ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്കേ മധുരക്കപ്പ പുഴുങ്ങാം, വേവിച്ചെടുക്കാം കേട്ടോ. ഇത് ഷുഗറിന് നല്ല സാധനമാണ്. ഷുഗർ പെട്ടെന്ന് മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സാധനത്തിന് ഭയങ്കര വിലയുമാണ് ഇപ്പം. നമുക്കത് ചെയ്ത് നോക്കാം. ആദ്യം ഇത് കട്ട് ചെയ്യട്ടെ. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇതിൻ്റെ ഈ തലയും വാലും ഒക്കെ കളയണം കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് ഇടാം. എല്ലാം കുക്കറിലേക്ക് പെറുക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളമൊന്നും വേണ്ട ഇതിന്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മൂടി വയ്ക്കാൻ. സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കൂട്ടിയേക്കും. ഈ മധുരക്കപ്പയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല ഷുഗറുള്ള ആൾക്കാർക്ക് കഴിക്കാൻ നല്ല സാധനമാണിത്. അതുകൊണ്ട് ഇത് കടകളിലൊക്കെ നല്ല കച്ചവടവും ഉണ്ട്. ഈ സാധനം നല്ല സെയിൽ നടക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ പറയും മധുരക്കപ്പ കഴിച്ചാൽ ഷുഗർ മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഷുഗറുള്ള ആൾക്കാർ ഇത് വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്തോട്ടെ. 2-3 വിസിൽ കേൾക്കണം. അപ്പം വിസിൽ കേട്ടോട്ടെ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരിലേക്കും ഷെയർ ഒന്ന് എത്തിച്ചു കൊടുക്കണേ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. രണ്ട് 3 വിസിൽ കേൾക്കണം കേട്ടോ. അപ്പം വേഗം റെഡിയാവും. ഇത് 1/2 കിലോ കപ്പേ ഉള്ളൂ. ഒരു 700 ഗ്രാം കപ്പ വാങ്ങിച്ചതാണ്. അപ്പോൾ ഒന്ന് ശരിയാവട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് വേഗം റെഡിയാവും. കുക്കറിലല്ലേ, പെട്ടെന്ന് വേകാനും സമയമൊന്നും എടുക്കില്ല. അപ്പം എല്ലാവരും ഷുഗറുള്ളവർ ഈ മധുരക്കപ്പ മേടിച്ച് കഴിക്കണം. വൈകുന്നേരം ചായക്ക് കഴിച്ചാൽ മതി. ഓരോ പീസെടുത്ത് കഴിച്ചാൽ മതി വേവിച്ചിട്ട്. നല്ല ഗുണമുള്ള സാധനമാണ്. പക്ഷേ ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാട്ടോ. ഇത്തിരി മധുരം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. മെഴുക്കുവരട്ടിക്ക് നല്ലതാണ്. ചെറുതായിട്ട് അതിൻ്റെ തൊലിയെല്ലാം ഗ്രേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളിയും മുളകും ചതച്ച് നമുക്ക് മെഴുക്കുവരട്ടിയായിട്ട് ഉപയോഗിക്കാം. വേഗം വേകുന്ന ഒരു സാധനമല്ലേ. വിസിൽ വരാനത്തെ ഇതെടുക്കും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വിസിൽ വരാറായിട്ടുണ്ട്. ഒരു 3-4 വിസിൽ കേൾക്കണം. അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫാക്കാം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യണം എല്ലാവരും.
2 വിസിലും കൂടി കേൾക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക്. വിസിൽ ഒരു ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഏതാണ്ട് കപ്പ വെന്തിട്ടുണ്ടാവും. നമുക്ക് സ്റ്റൗ ഓഫ് ഇതിൻ്റെ വെയിറ്റ് ആവി ഒന്ന് പോകാം കേട്ടോ. അപ്പോൾ ആവി ഒന്ന് പോകാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവിയൊക്കെ പോയിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നമുക്ക് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോന്ന്. വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളം ഊറ്റി കളയാം. കപ്പ വെന്ത് ഇപ്പം മഞ്ഞ കളറായില്ലേ കപ്പയ്ക്ക്. ചൂടാണ്. ഇത് മേടിച്ചിട്ട് ഒന്ന് നല്ലോണം ഇതിട്ട് സ്റ്റീൽ കൂടോ ചകിരിയോ എന്തെങ്കിലും ഇട്ടൊന്ന് തേച്ച് കഴുകണം. അപ്പം അതിന് മണ്ണെല്ലാം പോകും കേട്ടോ. അപ്പം എല്ലാവരും ഷുഗറൊക്കെ ഉള്ളവർ ഇത് വാങ്ങിച്ച് പുഴുങ്ങി കഴിക്കുക, അല്ല മെഴുക്കുവരട്ടിയായിട്ട് കഴിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.